وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين وبعد. اللهم علمنا ما ينفعنا، اللهم انفعنا بما علمتنا، اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نعوذ بك من هؤلاء الأربع. اللهم إنا نسألك موجبات رحمتك وعزائم مغفرتك والسلامة من كل إثم والغنيمة من كل بر والفوز بالجنة والنجاة من النار. آمين آمين ആമീൻ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസത്തിന്റെ ഫضലുകളിൽ എപ്പോഴും എല്ലാവരും മനസ്സിലാക്കുക, വെള്ളിയാഴ്ച ദിവസം ഖൈറു യൗമിൻ തലഅത് ഫീഹി ശംസ് യൗമുൽ ജുമുഅ. സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. സൂര്യൻ ഉദിക്കാത്ത ദിവസം എപ്പോഴാണത്? അതാണ് ഖിയാമത്ത് നാൾ. ഇദ ശംസു കുവ്വിറത് والشمس تجري لمستقر لها ذلك تقدير العزيز العليم. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെക്കാളും വലുതുണ്ടോ? റബ്ബ് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനെ. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. ആരും വിചാരിക്കൽ സൂര്യൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. അതിനെ അല്ലാഹു തആല തീരുമാനിച്ച ഒരു ദിവസം വരെ മാത്രമാണ് സൂര്യൻ യാത്ര ചെയ്യുക. والقمر قدرناه منازل حتى عاد كالعرجون القديم. അല്ലാഹു അവന്റെ ഖുദ്റത്തിനെ പറയാണ്. നമ്മൾ കാണുന്നതിൽ സൂര്യനെക്കാളും വലുതുണ്ടോ? ചന്ദ്രനെക്കാളും വലുതുണ്ടോ? അതിനെ അല്ലാഹു കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നു. ഖിയാമത്ത് നാളിന്റെ ദിവസം ഇദ ശംസു കുവ്വിറത്, സൂര്യനെ അല്ലാഹു തആല ചുരുട്ടും. വെള്ളിയാഴ്ച ദിവസം സഹോദരങ്ങളെ, ദുആക്ക് ഇജാബത്തിന്റെ സമയം. നിങ്ങൾ എന്തെങ്കിലും എല്ലാ ദിവസവും മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്തെന്ന് വരില്ല. പക്ഷെ ചില ദിവസങ്ങളിൽ എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ സഹോദരിമാർ വെള്ളിയാഴ്ച ദിവസം ളുഹറിന്റെ വഖ്താവുമ്പോ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് പള്ളികളിൽ ഇരിക്കുന്നവര് സൂറത്തുൽ കഹ്ഫ് ഓതുക, ധാരാളം ദുആ ചെയ്യൂ സഹോദരങ്ങളെ. അല്ലാഹുവിലേക്ക് അടുക്കൂ. മനുഷ്യൻ അവനോട് കൂടുതൽ അടുക്കുമ്പോൾ, അവനോട് ചോദിക്കുമ്പോൾ മനുഷ്യൻ വെറുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇന്നല്ലാഹ തആല യഗ്ളിബു അല്ലദീ ലാ യസ്അൽ. അല്ലാഹുവിനോട് ചോദിക്കാത്തവനോട് അല്ലാഹു തആല കോപിതനാവുന്നു. ബനി ആദം ഹീന യസ്അൽ യഗ്ളിബു. മനുഷ്യൻ ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടുന്നു. ഒരിക്കൽ പറഞ്ഞു, അല്ലാഹുവോ ചോദിക്കാത്തവനോട് ദേഷ്യപ്പെടുന്നു. റബ്ബുൻ ഗഫൂറുൻ ശകൂർ. അല്ലാഹു തരുമ്പോൾ ഏത് ദുഷ്ടനായാലും ശരി ദുആ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ മുമ്പേ ഒന്നുമല്ല സഹോദരങ്ങളെ, ചതിക്കപ്പെടല. റബ്ബിന്റെ കൈ മുമ്പേ കൈനീട്ടിയവൻ വലിയ പാവിയായിരിക്കും. അവൻ വലിയ പാവിയായിരിക്കും. പാവിയല്ലേ അസ്തഗ്ഫിറുല്ലാഹ് പറയല്? അള്ളാഹുവെ പൊറുക്കാന്ന് പറയല് പാവിയല്ലേ പറയല്? പാവിയല്ലേ പറയല്? അത് ദുആ അല്ലത്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എന്റെ സഹോദരിമാർ, എന്റെ ഉമ്മമാർ, വെള്ളിയാഴ്ചയുടെ മസ്അലകളിൽ പെണ്ണുങ്ങൾക്ക് ജുമാ കഴിയുന്നത് വരെ കാത്തിരിക്കണമെന്നില്ല. പെണ്ണുങ്ങൾക്ക് അവർക്ക് ജുമാന്റെ ളുഹറിന്റെ സമയമായാൽ അവർക്ക് നിസ്കരിക്കാം. ളുഹർ നിസ്കരിക്കണം, ജുമാ അല്ല. കാരണം ഇന്ന് ഇൽമെന്ന് പറയുന്നത് അലങ്കോലമായി പോയ ഒരു കാലമാണ്. ഖുർആനും സുന്നത്തും ഒരു പ്രൊഫഷനാണ്. അത് പഠിച്ചവർ മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. ഏതായാലും പെണ്ണുങ്ങൾക്ക് ജുമാന്റെ ദിവസം ജുമാക്ക് സമയമായാൽ അവർക്ക് ളുഹർ നിസ്കരിക്കാം.
ദുആ ചെയ്യാം. ആണുങ്ങൾക്ക് നിസ്കരിച്ചൂടാ. ഒരാള് സുഖമില്ലാണ്ട് കിടക്കുകയാണെങ്കിൽ പോലും ജുമാന്റെ ദിവസം അവൻ എപ്പോഴും നിസ്കരിക്കണം? പള്ളിയിലെ ജുമാ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമസ്കരിക്കേണ്ടത്. കാരണം ഒരുപക്ഷെ അതിനു മുമ്പ് അവന് സുഖമായെന്ന് വരും. ഫിഖ്ഹിന്റെ കിതാബുകളിൽ, ശാഫിഈ മദ്ഹബിന്റെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറഞ്ഞു, ജുമാ ദിവസം സുഖമില്ലാണ്ടിരിക്കുന്നു, അവൻ എപ്പോഴാണ് ജുമാ നമസ്കരിക്കേണ്ടത്? പള്ളിയിലെ ജുമാ കഴിഞ്ഞതിന് ശേഷം. എന്താണ് ഇഹ്തിയാത്ത്? ഒരുപക്ഷെ അവന് സൂക്കേടാവുമ്പോ അവനക്ക് ഉദ്ർ തന്നെയാണ്. അതും ഒരുപക്ഷെ അവനിക്ക് ആ ഖുത്ബയുടെ സമയം തീരുന്നതിന് മുമ്പ്, ഖുത്ബ കഴിയുന്നതിന് മുമ്പ് ശിഫ ആയാൽ അവനിക്ക് ജുമാ പള്ളിയിൽ നിസ്കരിക്കാമല്ലോ. അതുകൊണ്ട് വീട്ടില്. പക്ഷെ മറന്നല്ലതീരായുർജാബുറുഹു, അതിൽ നിന്നും തിരിച്ചു വരില്ല എന്നുള്ള ആളുകളുണ്ട്. അവരും ആ വഖ്ത് കഴിഞ്ഞ് നിസ്കരിക്കണം. പെണ്ണുങ്ങൾ ഈ സമയത്ത്, സഹോദരിമാരെ, വീടുകളിൽ നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ തുഫ്തഹു അബ്വാബുസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന സമയമാണ്. ഖൈറു യൗമിൻ തലാഅത്ത് ഫീഹി ശംസ് യൗമുൽ ജുമുഅ, ജുമുഅന്റെ ദിവസം. ഫീഹി സാഅത്തുൻ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അതാഹു. അന്നൊരു സമയമുണ്ട്. ആ സമയം അല്ലാഹു തആല ലൈലത്തുൽ ഖദ്റിന്റെ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അറഫാന്റെ ദിവസം പകലിലാണ് ഫദ്ല്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിക്കാണ് ഫദ്ല്. ജുമുഅ ദിവസം രാത്രിയും പകലും ഫദ്ല്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹത്തിന്റെ ദിവസങ്ങളിൽ ഒന്നാണ് സഹോദരങ്ങളെ ജുമുഅന്റെ ദിവസം. മുഅ്മിനിക്ക് അല്ലാഹു തആല ഒരുപാട് കാശ് വാരി കൊടുത്താൽ അത് റഹ്മത്ത് തന്നെയാണ്. ഏറ്റവും വലിയ റഹ്മത്ത് അവനിക്ക് തൗബ ചെയ്യാനുള്ള സന്ദർഭങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കും. അവനിക്ക് അല്ലാഹുവിലേക്ക് അടുക്കാൻ. കാരണം മുഅ്മിനിക്ക് ഒരിക്കലും തൃപ്തിയാവും. നിസ്കരിക്കൂല, എന്നാലും എനിക്ക് സ്വർഗത്തിൽ പോകണം. അതാണ് മുഅ്മിൻ. എനിക്ക് സ്വർഗത്തിൽ പോകണം. അവനിക്ക് മതിയാവില്ല. മിൻ ഖൈറിൻ യസ്മഉ ഹത്തൽ മുൻതഹാഉൽ ജന്ന, സ്വർഗത്തിലെത്തുന്നത് വരെ. അപ്പൊ വെള്ളിയാഴ്ച ദിവസം സഹോദരങ്ങളെ ഒരു അനുഗ്രഹത്തിന്റെ ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് കൂടെ റഹ്മത്ത് തന്നെ. രോഗം ശിഫയായാൽ റഹ്മത്ത് തന്നെയാണ്. കടങ്ങൾ വീടിയായാൽ റഹ്മത്ത് തന്നെയാണ്. അള്ളാഹു ഒരുപാട് നിഅമത്തിനെ തരുന്നുണ്ടെങ്കിൽ അത് റഹ്മത്ത് തന്നെയാണ്. പക്ഷെ ഏറ്റവും വലിയ റഹ്മത്ത് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള സന്ദർഭങ്ങളെ റബ്ബ് തന്നുകൊണ്ടിരിക്കും. വെള്ളിയാഴ്ച ദിവസം ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, വെള്ളിയാഴ്ചയുടെ ആയത്തുകൾ മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ, വെള്ളിയാഴ്ചയുടെ ആയത്തുകൾ മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു തആല സൂറത്തുകൾ, ഒരുപാട് സൂറത്തുകൾ വെള്ളിയാഴ്ച ഓതാറില്ലേ? ബൽ തുദിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറും വഅബ്ഖാ. മരണത്തെ കുറിച്ചാ പറയുന്നത്. ചുമ്മാ ദുനിയാവ് ഓടുന്നില്ലേ? ആഖിറമാണ് ഖൈർ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ, മരണത്തെ കുറിച്ചാണ് പറയുന്നത്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്ത് അല്ലദീ, എല്ലാത്തിന്റെ അവസാനമല്ലേ നന്നാവേണ്ടത്? പഠിക്കുന്ന കുട്ടിയിൽ അഅ്മാൽ ബിൽ ഖവാത്തിം അല്ലേ? പഠിക്കുന്ന കുട്ടി പരീക്ഷ പാസ്സാവുമ്പോഴല്ലേ നന്നായി? ഗൾഫിൽ പോയവൻ സമ്പാദിച്ച് അള്ളാഹു അവന്റെ മക്കൾക്കും കൊടുക്കുമ്പോഴല്ലേ മൂമിന്റെ അവസാനം നന്നാവുമ്പോഴല്ലേ അവൻ നന്നായത്? ഓരോ വെള്ളിയാഴ്ചയും നിങ്ങൾ സൂറത്തുൽ കഹ്ഫ് പരിശോധിക്കൂ, അവിടെയും മരണത്തെക്കുറിച്ച് പറയും. സൂറത്തുൽ ഗാശിയ പരിശോധിക്കൂ, മരണത്തെക്കുറിച്ച് പറയും. സബ്ബിഹിസ്മ മരണത്തെക്കുറിച്ച് പറയും. സൂറത്തുൽ ജുമുഅ മരണത്തെക്കുറിച്ച് പറയും. സൂറത്തുൽ മുനാഫിഖൂൻ മരണത്തെക്കുറിച്ച് പറയും. മരണം. കാരണം എന്താണ്? മനുഷ്യൻ അല്ലയോ മനുഷ്യ, അൽ മൗതു താലിബുഹു, നീ ആരാ? നീ മരണത്തിന്റെ കടക്കാരൻ. അൽ മൗതു താലിബുഹു, മരണം നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. താലിബ് കടക്കാരൻ, മരണത്തിന്റെ കടക്കാരൻ. മലക്കൽ മൗത്തിനെ
ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ ഉക്കില ബിക്കും. നമ്മുടെ റൂഹിനെ പിടിക്കുമ്പോഴാണ് മലക്കുൽ മൗത്തിന്റെ ജോലി തീരുക. പക്ഷെ അള്ളാഹു അവന്റെ സിറിലാക്കി വെച്ചിരിക്കുന്നു ആ ദിവസത്തെ അള്ളാഹു. മനുഷ്യൻ ആരാണ്? മനുഷ്യൻ അൽ മൗതു താലിബുഹു, മരണത്തിന്റെ കടക്കാരൻ. അൽ ഖബ്റു മസ്കനുഹു, നീ നിന്റെ വീടും കൊട്ടാരങ്ങളും വിട്ടു പോകുമ്പോൾ ഈ ലോകത്ത് എന്തെല്ലാം അവസാനമല്ലേ നന്നാവേണ്ടത്? പരീക്ഷ പാസ്സായാലല്ലേ നന്നായത്? ഗൾഫിൽ നിന്നും സമ്പാദിച്ച് മക്കൾക്കും ഭാര്യയ്ക്കും കൊടുത്താലല്ലേ നന്നായത്? കച്ചവടമല്ല അമാലു ബിൽ ഖവാതീം, മനുഷ്യന്റെ അവസാനം നന്നാവുമ്പോഴാണ് നന്നായത്. അപ്പം ഖുർആൻ നമ്മളോട് സംസാരിക്കാണ് സൗരങ്ങളെ. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്വാലുഹാ. അവർ ഖുർആനെ ചിന്തിക്കൂലേ? തദബ്ബുർ എന്ന് പറഞ്ഞാൽ ഒരു മോനെ വിളിച്ചൊരു വാപ്പ സംസാരിക്കും. ചില കുട്ടികൾക്ക് ഒറ്റ പ്രാവശ്യം തന്നെ അവർക്ക് മനസ്സിലാവും. ചില കുട്ടികൾ ആലോചിക്കും, എന്റെ വാപ്പ എന്താണ് പറഞ്ഞത്. രണ്ടാം പ്രാവശ്യം തദബ്ബുർ. ചില കുട്ടികൾക്ക് ഒറ്റ മനസ്സിലാവും. അല്ലാഹ് ചോദിക്കുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കില്ലേ? അവരുടെ കൽബുകൾ മൂടപ്പെട്ടുപോയോ? ആരാണ് മനുഷ്യൻ? അൽ മൗതു താലിബുഹു വൽ ഖബ്റു മസ്കനുഹു. നീ ഉണ്ടാക്കി വെച്ച വീട് അതല്ല നിന്റെ വീട്, നിന്റെ ഖബറാണ് നിന്റെ വീട്. വദ്ദൂദു അനീസുഹു, നിന്റെ ഖബറിൽ നിന്റെ കൂടെ താമസിക്കുന്നത് മണ്ണിലെ പുഴുക്കളാണ്. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ അവൻ ചിന്തിക്കണം, അവൻ എവിടേക്കാണ് പോകുന്നത്? മരണത്തിലേക്കാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പണ്ഡിതൻ പറഞ്ഞു, എന്ത് സന്തോഷമുണ്ടായാലും എന്ത് ലാഭമുണ്ടായാലും ഞാൻ എങ്ങനെ സന്തോഷിക്കും? ഓരോ ദിവസവും എന്റെ ഹയാത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷമല്ലേ സഹോദരങ്ങളായ? അള്ളാഹുവിലേക്ക് അടുക്കും. മനുഷ്യനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. തബ്നൂന മാലാ തസ്കുനൂൻ. നിങ്ങൾ ജീവിക്കില്ല. നിങ്ങൾ ഒരു കുറച്ചു കാലം മാത്രം താമസിക്കുന്ന വീട്ടിന് വേണ്ടിയിട്ടാണ് ഈ പാടുപെടുന്നത്. എന്നേക്കുമായിട്ട് താമസിക്കുന്ന ഒരു വീടുണ്ട്, അതിനു വേണ്ടി നീ പാടുപെടുന്നില്ല. തബ്നൂന മാലാ തസ്കുനൂൻ. നിങ്ങൾ താമസിക്കുന്ന വീടുകൾ, അതിനു വേണ്ടി നീ പാടുപെട്ടുണ്ടാക്കുന്ന വീട്, അതിൽ എത്ര കാലം ജീവിക്കുമെന്ന് നീ തന്നെ ആലോചിച്ചു നോക്കി. തബ്നൂന മാ ലാ തസ്കുനൂൻ.